നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമയെക്കുറിച്ച് 1996 സിനിമാ നിരൂപകർ പറഞ്ഞത്, അതായത് സിനിമ കണ്ട് റിവ്യൂ പറയുന്ന ആളുകൾ പറഞ്ഞത്, ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊരു യഥാർത്ഥ ക്രൈം ത്രില്ലർ സിനിമാ പ്രേമിയല്ല. അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇന്ന് കാണുന്ന പല സിനിമകളും ഈ ഒരു സിനിമയെ റെഫർ ചെയ്തിട്ടാണ്, ബേസ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിലും ഭയാനകം ഈ സിനിമയുടെ ക്ലൈമാക്സ് ആണ്. ഈ ഒരൊറ്റ ക്ലൈമാക്സ് കാരണമാണ് ഈ സിനിമ ലോകം മൊത്തം അറിയപ്പെടാൻ കാരണമായത്. അതിനു മുന്നേ ഈ സിനിമയുടെ ഒരു വൺ ലൈൻ ഞാൻ പറയാം. ഒരു പള്ളിയിലച്ചൻ ക്രൂരമായി കുത്തേറ്റ് അങ്ങേരുടെ റൂമിൽ മരിച്ചു വീഴും. അതേ സമയത്ത് ആ റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയൊരു പയ്യനെ, ചോരയിൽ കുളിച്ചൊരു പയ്യനെ പോലീസ് പിടിക്കും. എന്നാൽ ഈ പയ്യന്റെ മുഖത്ത് നോക്കുമ്പോൾ അവനൊരു കൊല ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മുടെ ഹീറോ ആയ വക്കീലിന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവനെ കേസിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ ഹീറോ ഫ്രീ ആയിട്ട് അവന് വേണ്ടി വാദിച്ചു കൊടുക്കും. എന്നാൽ അതിനിടയ്ക്ക് ആ പള്ളിയിലച്ചനെയും അങ്ങേര് ജോലി ചെയ്യുന്ന ചർച്ചിനെയും ചുറ്റിപ്പറ്റിയുള്ള പല രഹസ്യങ്ങളുടെയും കെട്ടഴിയാൻ തുടങ്ങും. എന്നിരുന്നാലും ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ട്. ഈ ഒരു ട്വിസ്റ്റ് വരുമ്പോൾ മാത്രമാണ് സിനിമ പൂർണ്ണമായിട്ടും സിനിമയായി മാറുന്നത്. ആ ഒരൊറ്റ ട്വിസ്റ്റോട് കൂടെ നമ്മൾ ചിന്തിച്ച ക്ലൈമാക്സും ഈ സിനിമയുടെ ക്ലൈമാക്സും തമ്മിൽ കുറേ ദൂരം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ പിന്നെ നമുക്ക് 1996 റിലീസ് ചെയ്ത പ്രൈമൽ ഫിയർ എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഹീറോ മാർട്ടിൻ അങ്ങനെ ഒരു വക്കീലാണ്, കുളിച്ചൊരുങ്ങി അങ്ങോട്ടോ പോകാനായിട്ട് നിൽക്കുകയാണ്. എന്നാലും മാർട്ടിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ഒരു ഇൻ്റർവ്യൂവർ വന്നിരിക്കുന്നുണ്ട്. അവൻ കാര്യമായിട്ട് എന്തോ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, നീ എന്ത് ചെയ്തു എന്നതിലല്ല, നിനക്ക് വേണ്ടി ആരാണ് വാദിക്കുന്നത് അതിലാണ് കാര്യം. അപ്പോൾ അവൻ ചോദിക്കും, അപ്പോൾ സത്യത്തിന് വിലയൊന്നുമില്ലേ? ഹീറോ, സത്യം അതൊരു ഇല്യൂഷനാണ്, നിനക്ക് വേണമെങ്കിൽ അത് നിന്റെ ഭാഗമാക്കാം. അവൻ ആവശ്യമുള്ള മറുപടികളെല്ലാം കൊടുത്ത് ഹീറോ കോട്ടും സൂട്ടും ഇട്ട് അവിടെ നിന്ന് ഇറങ്ങും. ഹീറോ ചെല്ലുന്നത് ഒരു ചർച്ചിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ നടക്കുന്ന ഒരു ഹാളിലേക്കാണ്. അവിടെ ചർച്ചിൽ പഠിക്കുന്ന കുട്ടികൾ ദൈവസ്തുതിയെല്ലാം പറഞ്ഞുകൊണ്ട് പാട്ടെല്ലാം പാടുന്നുണ്ട്. ഹീറോ ഒരു ലേഡിയുടെ അടുത്തേക്ക് വരും. അവളാവട്ടെ ഒരു വക്കീലാണ്. അവളെ ഹീറോയുടെ കാമുകിയായിരുന്നു. പക്ഷേ ഹീറോ ശിക്ഷ കിട്ടേണ്ട ആളുകളുടെ കേസെല്ലാം വാദിച്ച് അവരെല്ലാം വിജയിപ്പിച്ചു കൊടുക്കും. അതാവട്ടെ അവൾക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഹീറോയുടെ അടുത്ത് നിന്ന് അവൾ മാറി നിൽക്കുകയാണ് ചെയ്യുക. ഹീറോ എങ്ങനെ അവളോട് സംസാരിക്കാൻ ചെന്നാലും അവൾ ഹീറോയെ അവോയ്ഡ് ചെയ്യും. ഇതാണെങ്കിൽ ഹീറോക്ക് വലിയ പുൽത്തരിയൊന്നുമല്ല, ഇതൊക്കെ അവൻ കുറെ കണ്ടതാണ്. അതേ സമയത്ത് പള്ളിയിലച്ചൻ തമാശയൊക്കെ പറഞ്ഞ് ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട്. ഇതേ പള്ളിയിലച്ചൻ പിറ്റേന്ന് അങ്ങേരുടെ റൂമിൽ നിന്ന് കുളിച്ചു മാറ്റി കുട്ടപ്പനായിട്ട് ഒരു മോതിരിടാനായിട്ട് കൈ വെക്കുമ്പോൾ ഒരു കൈ വന്ന് അങ്ങേരുടെ വിരലുകൾ അറ്റിച്ചു കളയും. അതാരാന്ന് മനസ്സിലാവില്ല. അപ്പം തന്നെ അങ്ങേർക്ക് വീണ്ടും കത്തിക്കുത്തുകൾ കൊള്ളാൻ തുടങ്ങും. അങ്ങനെ റൂമിൽ സംഘർഷം നടക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്ന ഡെലിവറി ബോയ് ഈ റൂമിൽ എന്തോ ഒരു സംഘർഷം നടക്കുന്ന കാണുന്നുണ്ട്. അവൻ അപ്പം തന്നെ പോലീസിനെ കോൾ ചെയ്യും. പോലീസ് അപ്പം തന്നെ ക്രൈം സീനിലെത്തും. ചീഫ് റൂമിലേക്ക് കയറാനായിട്ട് ചെല്ലുമ്പോൾ അവിടെയുള്ള ന്യൂസുകാരൻ ചോദിക്കും, അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, റൂമിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതിന് ചീഫ്, ഞാൻ ഈ റൂമിൽ കയറിയോ? കയറിയില്ലല്ലോ. എന്നാൽ പിന്നെ അത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കാര്യങ്ങൾ വന്ന് പറയാം, ഓക്കെ? അങ്ങനെ റൂമിൽ വന്ന് നോക്കുമ്പോൾ പള്ളിയിലച്ചനെ ക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതേ സമയത്ത് മേലെ മൊത്തം ചോര പുരണ്ടൊരു പയ്യൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ പിന്നാലെ പോലീസ് ചേസ് ചെയ്ത് വരുന്നുണ്ട്. അവൻ എങ്ങനെ ഓടിയാലും പോലീസുകാർ അവൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. അവൻ ഓടിച്ചെന്ന് ഒരു റെയിൽവേ പാളം ക്രോസ് ചെയ്യുമ്പോൾ തീവണ്ടി അപ്പം തന്നെ അതുവഴി പോകും. പോലീസുകാർ ഒരു ഭാഗത്തും അവൻ മറ്റൊരു ഭാഗത്തും ആയിരിക്കും. എന്നാലും വലിയ കാര്യമൊന്നുമില്ല. അവൻ്റെ പിന്നാലെ തന്നെ ഹെലികോപ്റ്റർ വരുന്നുണ്ട്. അവൻ ഓടി ഒരു പൊളിഞ്ഞ ബിൽഡിങ്ങിന് അടിയിലേക്ക് കയറും. അപ്പോഴേക്ക് പോലീസുകാരും അവിടെ എത്തും. അടിയിൽ തെരഞ്ഞു നോക്കുമ്പോൾ അവസാനം റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തായിട്ട് അവൻ ചുരുണ്ടുകൂടി ഇരിക്കുന്ന കാണും. അപ്പം തന്നെ അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യും. ഈ വാർത്തയാണെങ്കിൽ ഹീറോ TV കാണുന്നുണ്ട്. അവൻ അപ്പം തന്നെ അവനെ പിടിച്ചിട്ട് ജയിലിലേക്ക് ചെല്ലും. അപ്പം തന്നെ അവിടെയും കുറേ ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഉണ്ടാവും. നിങ്ങളാണ് അവൻ്റെ കേസ് ഏറ്റെടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറയും. ഹീറോ ഒരു വക്കീലായതുകൊണ്ട് തന്നെ അവനെ കാണാനായിട്ട് സമ്മതിക്കും. ജയിലിനകത്ത് കയറി അവനോട് എന്നെ അറിയുമോയെന്ന് ചോദിക്കുമ്പോൾ അവൻ അറിയില്ല എന്ന് പറയും. ഹീറോ, എൻ്റെ പേര് മാർട്ടിൻ എന്ന് പറയുമ്പോൾ അവൻ അവൻ്റെ പേരും പറയും, ആരോൺ. നിന്റെ കേസ് ഏറ്റെടുക്കാൻ വക്കീലൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എൻ്റെ അടുത്ത് കാശൊന്നുമില്ല, എനിക്ക് വക്കീലൊന്നുമില്ല. എന്നാൽ നിന്റെ കേസ് ഞാൻ ഫ്രീ ആയിട്ട് ഏറ്റെടുത്തോളാം എന്ന് പറയുമ്പോൾ അവൻ അതിന് സമ്മതിക്കും. എന്നാൽ പിന്നെ നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വിവരിക്കാനായിട്ട് ഹീറോ അവനോട് പറയും. ആരോൺ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. ഞാൻ അച്ഛൻ്റെ റൂമിൽ ഒരു പുസ്തകം തിരികെ വെക്കാനായിട്ട് ചെന്നതായിരുന്നു. അപ്പോഴാണ് അച്ഛൻ തറയിൽ വീണ് കിടക്കുന്നത് കാണുന്നത്. അതിനൊപ്പം തന്നെ റൂമിൽ ആരോ ഒരാൾ ഉള്ളതുപോലെ എനിക്ക് തോന്നി. എന്നാൽ പെട്ടെന്ന് എൻ്റെ മൈൻഡ് ബ്ലാക്കൗട്ടായി. അതെന്താണ് ബ്ലാക്കൗട്ട് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എൻ്റെ മൈൻഡ് പെട്ടെന്ന് ബ്ലാക്കൗട്ട് ആവും, അതെനിക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ എനിക്ക് കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ അത് ശരിയാവുകയും ചെയ്യും. അവനിതെല്ലാം പറയുമ്പോൾ അവനൊരു പ്രത്യേക ആക്ടിങ് ആണ്, നല്ല അഭിനയമാണ് ആള്. അങ്ങനെ അവൻ പറയും, എൻ്റെ മൈൻഡ് ബ്ലാക്കൗട്ടായി, ഞാൻ തിരിച്ചു വന്നപ്പോൾ കാണുന്നത് എൻ്റെ ദേഹമാസകലം ബ്ലഡായി കിടക്കുന്നതാണ്.
അതുകൊണ്ട് തന്നെ പോലീസുകാർ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓടേണ്ടി വന്നു. ഹീറോ തെറ്റ് ചെയ്യാത്ത നീ എന്തിനാണ് ഓടിയതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്ക് ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ തോന്നി, എനിക്ക് പേടി കൂടി വന്നപ്പോൾ ഞാൻ അറിയാതെ ഓടിപ്പോയതാണ്. അതിന് ഹീറോ, നീ ഈ കാര്യങ്ങളെല്ലാം പോലീസുകാരോട് പറഞ്ഞിരുന്നോ? അതിനവൻ പറയും, ഞാൻ ഈ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു, പക്ഷെ അവരാരും അത് വിശ്വസിക്കാനായിട്ട് നിന്നില്ല. അപ്പം നീ പറഞ്ഞു വരുന്നത് ആ റൂമിൽ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. നീ എന്നോട് സത്യം മാത്രം പറയുകയാണെങ്കിൽ നമുക്ക് ഈ കേസ് സുഖമായിട്ട് വിജയിക്കാമെന്ന് ഹീറോ പറയും. അവിടുന്ന് ഇറങ്ങുന്ന ഹീറോ അവൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ അടുത്തായിരിക്കും എത്തുക, അവൻ്റെ കൊളീഗ്സിൻ്റെ അടുത്തായിരിക്കും എത്തുക. ആരോണിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അവർ പറയും, തെളിവുകളെല്ലാം ആരോണിനെതിരായിട്ടാണ് വന്നിരിക്കുന്നത്, ഈ കേസ് നമ്മൾ തോൽക്കാനാണ് ചാൻസ്, അതുകൊണ്ട് തന്നെ ഈ കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്കല്ല മോശം. ഹീറോ അവൻ്റെ മുഖം കണ്ടിട്ട് അവനൊരു കൊലയാളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അവനത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവൻ തീർച്ചയായിട്ടും ഒരു നിരപരാധിയായിരിക്കും. അപ്പോൾ കണ്ണട പറയും, അവൻ പള്ളിയിലച്ഛൻ്റെ ഒരു മോതിരം മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഹീറോ, ചിലപ്പോൾ അത് അവൻ്റെ പോക്കറ്റിൽ വന്ന് പെട്ടതാവും, അവൻ മോഷ്ടിച്ചതാണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കൂടാതെ തന്നെ മരിച്ച അച്ഛൻ്റെ ബോഡിയിൽ B32 156 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലായോ? അതിന് ടോമി എന്നാണ് കണ്ണട വെച്ചതിൻ്റെ പേര്. ടോമി പറയും, അത് റെഫർ ചെയ്യുന്ന എന്തെങ്കിലും പുസ്തകം ഉണ്ടോ എന്ന് ഞാൻ ആ റൂം മൊത്തം അരിച്ചു പിറക്കി, പക്ഷെ അതിനെപ്പറ്റി ഒന്നും എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ഹീറോയുടെ എതിർഭാഗം വക്കീലായിട്ട് ഹീറോയുടെ കാമുകിയായിരിക്കും വരുന്നത്. ആരോൺ ഒരു കുറ്റവാളിയാണെന്ന് പറഞ്ഞ് വാദിക്കാൻ വരുന്നത് ഹീറോയുടെ കാമുകിയായിരിക്കും. അത് മനസ്സിലാവുന്ന ഹീറോ അച്ഛൻ്റെ റൂമിൽ തെളിവെടുപ്പിനായിട്ട് ചെല്ലുമ്പോൾ അവിടെ തന്നെ ഹീറോയിനും ഉണ്ടാവും, കാമുകി ഉണ്ടാവും. അവളപ്പം തന്നെ മാർട്ടിനോട് കേസിൽ നിന്നും പിന്മാറാനായിട്ട് പറയും. അവനാണെങ്കിലും മാറുന്ന ലക്ഷണമല്ല. അതിനവൾ ആരോണിനെതിരായിട്ടുള്ള തെളിവുകൾ ഫോട്ടോ സഹിതം അവന് കാണിച്ചു കൊടുക്കും. എന്നാൽ അവൻ കേസിൽ നിന്ന് പിന്മാറില്ല. അവിടുന്ന് ഹീറോ വീണ്ടും ആരോണിൻ്റെ അടുത്ത് ജയിലിൽ തന്നെ തിരിച്ചെത്തിയിട്ട് കോർട്ടിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അവന് പറഞ്ഞു കൊടുക്കും. നേര് സിനിമയിൽ മോഹൻലാൽ അനശ്വര രാജേന്ദ്രന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ ആരോൺ പറയും, ഞാനല്ല കൊലപ്പെടുത്തിയത്, എൻ്റെ അധ്യാപകനെ എനിക്ക് കൊല്ലാൻ പറ്റില്ല. അതിന് ഹീറോ, അതാണ് നമുക്ക് വേണ്ടതെന്ന് പറയും. ഇത് വലിയൊരു കേസായതുകൊണ്ടും ഹീറോ ഒരു വലിയ വക്കീലായതുകൊണ്ടും തന്നെ പിറ്റേന്ന് കോർട്ടിൽ ഹീറോയെ കാണാനായിട്ട് കുറേ ന്യൂസുകാർ വന്ന് നിൽക്കുന്നുണ്ടാവും. അതേ സമയത്ത് ആരോണിനെ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. കോടതിയിൽ ജഡ്ജി ആദ്യം തന്നെ ഹീറോയിനായിരിക്കും വാദിക്കാനുള്ള സമയം കൊടുക്കുക. അവൾ കാര്യം നേരിട്ട് തന്നെ പറയും, ആരോണാണ് ആ കൊല നടത്തിയിട്ടുള്ളത്. അതിന് ഹീറോ, ആരോൺ ഒരു കൊല ചെയ്യാനായിട്ട് പ്രാപ്തമായിട്ടുള്ള ഒരാളല്ല, മാത്രമല്ല അവൻ്റെ ചെറുപ്പകാലത്ത് മാതാപിതാക്കളിൽ നിന്ന് നിരവധി അബ്യൂസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവൻ്റെ ഒരു സൈക്കാട്രിസ്റ്റിന് ആവശ്യമുണ്ടെന്ന് കോടതിയോട് അവൻ ആവശ്യപ്പെടും. ജഡ്ജി അത് അപ്രൂവ് ചെയ്യും. അതേസമയത്ത് ഹീറോയുടെ കൊളീഗായ ടോമി ആരോൺ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലേക്ക് വന്ന് അവൻ്റെ അമ്മാവനാണെന്ന് പറഞ്ഞ് റൂമിൻ്റെ താക്കോലും വാങ്ങിയിട്ട് അവൻ്റെ റൂമിൽ കയറും. കേസിന് ആവശ്യമായ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോയെന്ന് അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ റൂമിൽ നിന്ന് പെട്ടെന്നൊരു പയ്യൻ ഓടി വന്ന് ടോമിയെ തള്ളി താഴെയിടും. എന്നിട്ട് രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ ടോമി അവനെ പിടിച്ചു വെച്ച് അവൻ്റെ കാതിലുണ്ടായിരുന്ന കുരിശിൻ്റെ കമ്മൽ അത് പിടിച്ചു പറിച്ചു കളയും. അവൻ്റെ ചെവിയിൽ നിന്ന് രക്തം വരാൻ തുടങ്ങുമ്പോൾ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി രക്ഷപ്പെടും. ടോമിക്കാണെങ്കിൽ അവനെ പിടിക്കാനും പറ്റില്ല. എന്നാൽ കിട്ടിയ തെളിവുകളുമായിട്ട് അവൻ ഹീറോയുടെ അടുത്തെത്തുമ്പോൾ ഹീറോ അപ്പം തന്നെ ജയിൽ ആരോണിൻ്റെ അടുത്തെത്തും. നിന്റെ റൂമിൽ നിന്ന് ഓടിപ്പോയ പയ്യൻ ആരാന്ന് ചോദിക്കുമ്പോൾ അത് അലക്സ് ആയിരിക്കും എന്ന് അവൻ പറയും. അലക്സിന് എന്താണ് നിന്റെ റൂമിൽ കാര്യം എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ ഹീറോ മൈ ലവ് എന്ന് എഴുതി വെച്ച ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ച് ഇതാരാണ്, നിന്റെ കാമുകിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അതേന്ന് പറയും, ലിൻഡ. പക്ഷെ അവൾ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഹീറോ കുറച്ച് ദേഷ്യത്തിൽ, നീ കാര്യങ്ങളൊന്നും എന്നോട് മറച്ചു വെക്കാൻ പാടില്ല, നീ കാര്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞാലേ ഈ കേസ് നമുക്ക് വിജയിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഈ കേസിൽ നമ്മൾ തോറ്റുപോകും. അപ്പോഴും അവൻ എനിക്കറിയില്ല എന്നതിൽ തന്നെ ഉറച്ചു നിൽക്കും. ഹീറോ തിരിച്ച് റൂമിലെത്തുമ്പോൾ ആരോൺ ആവശ്യമായിട്ടുള്ള സൈക്കാട്രിസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ടാവും. ഹീറോ ആരോൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയും, ചിലപ്പോൾ അവന് തലക്ക് വല്ല അടിയും കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അവൻ ഓർമ്മയില്ലാത്തത്. അതിന് ഹീറോ, അവനൊരു കൊല ചെയ്യാനായിട്ട് പ്രാപ്തമായിട്ടുള്ള ആളല്ല, അവൻ എന്തായാലും നിരപരാധിയായിരിക്കും, അവൻ്റെ മുഖം കണ്ടാൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. സൈക്കാട്രിസ്റ്റ് പിറ്റേന്ന് മുതൽ അവനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. അവൻ പറയുന്നതെല്ലാം ഒരു ക്യാമറ വഴി അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതെല്ലാം ഹീറോക്കും കാണണം. അതുപോലെ അതിലെന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അത് കോടതിക്കും കാണിച്ചു കൊടുക്കേണ്ടതാണ്. അവനെപ്പോഴും പള്ളിയിലച്ഛൻ മരിച്ചെന്നുള്ള കാര്യങ്ങൾ വിവരിക്കാൻ തുടങ്ങും. ഞാൻ ആ പള്ളിയിൽ പഠിക്കുന്ന ഒരു കൊച്ചായിരുന്നു. ഞാൻ എൻ്റെ പുസ്തകം തിരിച്ചു വെക്കാനായിട്ട് അച്ഛൻ്റെ റൂമിൽ ചെന്നപ്പോഴാണ് അച്ഛൻ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. അവൻ്റെ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെ സൈക്കാട്രിസ്റ്റിന് മനസ്സിലാവും അവനൊരു കൊല ചെയ്തിട്ടില്ല, അവനൊരു കൊല ചെയ്യാനായിട്ട് പ്രാപ്തനായിട്ടുള്ള ആളുമല്ല. എന്നാലും അവൻ്റെ അടുത്ത് നിന്ന് ചരിത്രങ്ങളെല്ലാം ചകഞ്ഞു കൊണ്ടുവരാൻ തുടങ്ങും. ഹീറോ ആണെങ്കിൽ ഇതേ സമയത്ത് പള്ളിയിലച്ഛനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പല സ്ഥലങ്ങളിലും ചെന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ തുടങ്ങും. അപ്പോഴാണ് മനസ്സിലാകുന്നത് പള്ളിയിലച്ഛൻ ചർച്ചിൻ്റെ സ്ഥലങ്ങൾ കാശിനു വേണ്ടി പല പ്രമാണികൾക്കും നാട്ടിലെ പല പ്രമാണികൾക്കും വിൽക്കാമെന്ന് കരാറുണ്ടാക്കി. അതിലൊരാളാണ് ഹീറോയിൻ്റെ ചീഫായിട്ടുള്ള വക്കീൽ. അങ്ങേരും ഈ കച്ചവടത്തിൽ പങ്കാളിയാണ്. എന്നാൽ എല്ലാവരും കാശ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മനസ്സിലായ ഒരാൾ പള്ളിയിലച്ഛനെ ചോദ്യം ചെയ്തു. ഇതെല്ലാം ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നൽകേണ്ട സ്ഥലങ്ങളാണ്, ഇതൊന്നും വിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പള്ളിയിലച്ഛൻ ഈ സ്ഥലങ്ങളൊന്നും വിൽക്കില്ല എന്ന് പറയും.
പക്ഷെ ഇതിനു വേണ്ടി കാശ് കൊടുത്ത പ്രമാണിമാര് ആ കാശ് തിരിച്ചു ചോദിച്ചപ്പോൾ പള്ളിയിലച്ചൻ അതിന്റെ പകുതി മാത്രമാണ് തിരിച്ചു നൽകിയത്. അപ്പൊ ഹീറോക്ക് മനസ്സിലാകും ചിലപ്പോൾ ഇതൊരു മോട്ടീവായിട്ട് ഏതെങ്കിലും ഒരു പ്രമാണിയായിരിക്കും പള്ളിയിലച്ചനെ കൊന്നത്. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് കോർട്ടിലെ കേസിന്റെ ഗതി തിരിച്ചു വിടാനായിട്ട് ഹീറോക്ക് പറ്റും. പിറ്റേന്ന് കോടതിയിൽ ആരോൺ പള്ളിയിലച്ചനെ കൊന്നു എന്നതിന്റെ തെളിവായിട്ട് ഹീറോയിൻ അവൻ കൊല്ലാൻ ഉപയോഗിച്ച കത്തിയും അവന്റെ കറ പുരണ്ട ഷൂവും കാണിച്ചു കൊടുക്കും. അതിന് ഹീറോ അവൻ ആ ചർച്ചിൽ വളർന്നു വന്നവനാണ്, അവന്റെ അച്ഛനെ പോലെ ആയിരുന്നു അവൻ ആ പള്ളിയിലച്ചൻ, അതുകൊണ്ട് തന്നെ അവൻ എന്തിനാണ് പള്ളിയിലച്ചനെ കൊല്ലുന്നത്, അതിനായിട്ടുള്ളൊരു മോട്ടീവ് അവന്റെ പക്കലില്ല. പക്ഷേ പള്ളിയിലച്ചൻ ചർച്ചിന്റെ പല സ്ഥലങ്ങളും വിൽക്കാനായിട്ട് പലരുമായിട്ട് കരാറിൽ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ അതിൽ നിന്നും പള്ളിയിലച്ചൻ വിട്ടുമാറിയപ്പോൾ പ്രമാണിമാർക്കെല്ലാം വലിയ തോതിലുള്ള നഷ്ടമാണ് പറ്റിയിരിക്കുന്നത്. ഒരാളെ കൊല്ലാൻ ഇതിലും വലിയൊരു മോട്ടീവിന്റെ ആവശ്യമല്ല, അതുകൊണ്ട് തന്നെ പള്ളിയിലച്ചനുമായിട്ട് കരാറിൽ ഒപ്പുവെച്ച ആരെങ്കിലും ആയിരിക്കും അച്ഛനെ കൊന്നിട്ടുണ്ടാവുക. അതിന് ഹീറോയിൻ പള്ളിയിലച്ചനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ കൊണ്ടുവന്ന് അങ്ങേരോട് ചോദിക്കും, ഈ കൊലയാളി ഒരു ലെഫ്റ്റ് ഹാൻഡർ അല്ലായിരുന്നോ? അതിനങ്ങേര് അതെന്ന് ശരിവെക്കും. ഹീറോ പറയും, ഒരു റൈറ്റ് ഹാൻഡർ എന്തുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് അറിഞ്ഞുകൊണ്ട് കൊല ചെയ്തുകൂടാ, ചിലപ്പോൾ അങ്ങനെ വേണമെങ്കിലും ആയിക്കൂടെ? അതിനും ഡോക്ടർ അതേന്ന് പറയും. ഹീറോ ആരോൺ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ്, പക്ഷെ ഈ ഒരു കാര്യം വെച്ചിട്ട് അവനൊരു കൊലയാളിയാണെന്ന് തെളിയിക്കാൻ പറ്റില്ല. ജഡ്ജി കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കും. പിറ്റേന്ന് ഹീറോയിൻ അച്ഛന്റെ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത പോലീസുകാരനോട് ചോദിക്കും, അച്ഛന്റെ ബോഡിയിൽ എന്തായിരുന്നു എഴുതി വെച്ചിരുന്നത്? അങ്ങേര് പറയും B32-156. അപ്പൊ ഹീറോയിൻ ഇതിനെ റെഫർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ആ ചർച്ചിലുണ്ടോന്ന് അറിയാനായിട്ട് ഞാൻ ആ ചർച്ചിന്റെ ബേസ്മെന്റിൽ ചെന്ന് തിരഞ്ഞപ്പോൾ എനിക്കൊരു പുസ്തകം കിട്ടി. അതിന്റെ 156-ാമത്തെ പേജിൽ ഇങ്ങനെ ഒരു കാര്യം അണ്ടർലൈൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഹേ മനുഷ്യ, ഈ ചെറിയ ജീവിതത്തിൽ നിനക്കൊരു മുഖവും നിന്റെ ജനക്കൂട്ടത്തിന് ഒരു മുഖവുമായി 2 മുഖങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അവസാനം ഏത് മുഖം കാണിക്കണം എന്നതിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. പെട്ടെന്ന് ഹീറോയിൻ എഴുന്നേറ്റ് പറയും, ഈ ഒരൊറ്റ കാര്യം പള്ളിയിലച്ചന്റെ മറ്റൊരു മുഖം ആരോൺ കണ്ടിട്ടുണ്ടാവാം, അത് മനസ്സിലായതുകൊണ്ടാവാം ചിലപ്പോൾ അവൻ പള്ളിയിലച്ചനെ കൊന്നത്. അതിന് ഹീറോ എഴുന്നേറ്റ് പറയും, ഇത് അവൻ എഴുതി വെച്ചതാണെന്ന് യാതൊരു തെളിവും അവശേഷിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു കൊല ചെയ്യാനായിട്ടുള്ള മോട്ടീവ് ഇതാണെന്ന് കണക്കാക്കാനും പറ്റില്ല. അങ്ങനെ കേസ് വീണ്ടും നീട്ടിവെക്കും. ഹീറോ കോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ടോമിയെ ചീത്ത പറയാൻ തുടങ്ങും. ഹീറോ ആദ്യമേ അവനോട് പറഞ്ഞിരുന്നു B32-156 എന്ന പുസ്തകം അവിടെ തിരയാനായിട്ട്. പക്ഷെ അവൻ തിരഞ്ഞപ്പോൾ അത് കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷെ ഹീറോയിൻ തിരഞ്ഞപ്പോൾ അത് സിമ്പിളായിട്ട് അവൾ കണ്ടെത്തി. ഹീറോ നേരെ ആരോന്റെ സെല്ലിൽ വന്ന് അവനെ വഴക്ക് പറയും, നീ എന്തുകൊണ്ട് ഈ പുസ്തകത്തിൽ അണ്ടർലൈൻ ചെയ്തത് എന്നോട് പറഞ്ഞില്ല? അതിന് അവൻ പറയും, ഈ പുസ്തകത്തെ പറ്റി എനിക്കറിയില്ല. അതിന് ഹീറോ പറയും, ഈ പുസ്തകത്തെക്കുറിച്ച് നിനക്കറിയാം, നീ പല കാര്യങ്ങളും എന്നോട് മറച്ചു വെക്കുന്നുണ്ട്. എന്നാലും അവൻ പറയുന്നത് എനിക്കറിയില്ല എന്ന് മാത്രമായിരിക്കും. ടോമി ഇതേ സമയത്ത് ആരോന്റെ റൂമിൽ നിന്നും ഇറങ്ങി ഓടിയ പയ്യനില്ലായിരുന്നോ, അവനെ കണ്ടുപിടിക്കും. അങ്ങനെ ഹീറോയെയും കൂട്ടി അവൻ നിൽക്കുന്ന സ്ഥലത്തെത്തും. അവനെ കണ്ടുപിടിക്കാനായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല. അവൻ്റെ കാതിലായിട്ട് അവനൊരു ബാൻഡേജ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അന്നത്തെ അടിപിടിയിൽ ടോമി അവൻ്റെ കാതിലെ കമ്മൽ പിടിച്ചു പറിച്ചപ്പോൾ ഉണ്ടായ മുറിവാണത്. രണ്ടുപേരും 2 വശത്തുകൂടെ അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ പെട്ടെന്ന് ടോമിയെ കാണും. ടോമിയെ കാണുമ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലാവും. അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. ഹീറോ മുന്നിൽ ചെന്ന് അവനെ പിടിക്കുമെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് അവൻ സ്ലിപ്പായിട്ട് വീണ്ടും ഓടും. രണ്ടുപേരും അവൻ്റെ പിന്നാലെ ഓടുമ്പോൾ അവനാണെങ്കിൽ ആ നഗരത്തിലെ എല്ലാ ഊടുവഴികളും അറിയാം. വീടില്ലാത്ത ആളുകൾ പാലത്തിൻ്റെ അടിയിലും അവിടെ ഇവിടെയായിട്ട് താമസിക്കില്ലേ, അതുപോലൊരു സ്ഥലത്തു കൂടിയാണ് അവൻ ഓടുന്നത്. ഇവർക്കാണെങ്കിൽ അവനെ പിടിക്കാനും പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് ദൂരം ഓടുമ്പോൾ അവർക്ക് 2 പേർക്കും അവനെ മിസ്സാവും. അവിടെയാണെങ്കിൽ മൊത്തം പൊടിയടിച്ച് ബോധമില്ലാത്ത കിടക്കുന്ന ആളുകളാണ്. അവർക്കാണെങ്കിൽ ഇവരവിടെ വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിലൊന്നും വലിയ പ്രശ്നമില്ല. ഇവർ ഓരോ പെട്ടിയും മാറ്റി കവറും മാറ്റി നോക്കുന്ന സമയത്ത് അവൻ തൊട്ടടുത്തുള്ള ഒരു ബോക്സിന് പിന്നിലായിട്ട് നിൽക്കുന്നുണ്ട്. ഹീറോ അടുത്തെത്തുമ്പോഴേക്ക് അവനൊരു കത്തിയും വീശി ഹീറോയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഹീറോ അവനെ പിടിച്ച് താഴ്ത്തിടും. ടോമിയും വന്ന് അവനെ പിടിച്ച് കീഴ്പ്പെടുത്തും. ഹീറോ നീയല്ലേ പള്ളിയിലച്ഛനെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ അല്ലാന്ന് പറയും. പിന്നെന്തിനാണ് നീ ആരാണ്ട് റൂമിൽ കയറിയതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാനൊരു ടേപ്പ് റെക്കോർഡർ തിരഞ്ഞു വന്നതായിരുന്നു. ആ ടേപ്പ് റെക്കോർഡിൽ എന്തായിരുന്നു ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയില്ല. എന്നാൽ ഇവർ പിടിച്ച് ഞെട്ടിക്കുമ്പോൾ അവൻ അത് പറയും. ആ വീഡിയോയിൽ പള്ളിയിലച്ഛൻ ആരോണിനെയും അലക്സിനെയും ആരോണിന്റെ ഗേൾഫ്രണ്ടിനെയും നിർബന്ധപൂർവ്വം സെക്ഷൽ കണ്ടൻസ് ചെയ്യിക്കുന്നതാണ്. അവർക്കത് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിലും പള്ളിയിലച്ഛൻ നിർബന്ധപൂർവ്വം അവരെ കൊണ്ട് അത് ചെയ്യിക്കും. എന്നാൽ ആരോൺ പള്ളിയിലച്ഛനെ കൊന്ന് ആ വീഡിയോ റെക്കോർഡർ അവൻ്റെ റൂമിൽ കൊണ്ട് വെച്ചിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതെടുക്കാനാണ് ഞാൻ റൂമിൽ വന്നത്. അതിന് ഹീറോ ശരിക്കും ആരോൺ അല്ല പള്ളിയിലച്ഛനെ കൊന്നത്. പിന്നെ ആരോണിന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ലിൻഡ അവൾ എവിടെയാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അവൾ ഇതുവരെ ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല, അവൾ മിസ്സായിട്ട് ഇപ്പോൾ കുറേ കാലമായി. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ആരോൺ മാർട്ടിനോട് പറഞ്ഞിട്ടില്ല, ഹീറോയോട് പറഞ്ഞിട്ടില്ല. ഹീറോ അന്ന് തന്നെ പള്ളിയിലച്ഛൻ്റെ റൂമിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പോലീസുകാരൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പറയും, നിങ്ങൾക്ക് നിയമങ്ങളെല്ലാം അറിയാലോ, റൂമിലുള്ള ഒന്നിലും തൊടാൻ പാടില്ല. ഹീറോ ഓക്കെ പറഞ്ഞ് റൂമിൽ വന്നിട്ട് ആരും കാണാതെ ആ ടേപ്പ് റെക്കോർഡർ എടുത്ത് അതിന് പകരം മറ്റൊന്ന് വെച്ച് ആ ടേപ്പ് റെക്കോർഡറുമായിട്ട് ഓഫീസിലേക്ക് വരും. അത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അലക്സ് പറഞ്ഞ പോലെ തന്നെ പള്ളിയിലച്ഛൻ ആവശ്യമില്ലാതെ അവർ അബ്യൂസ് ചെയ്യുന്ന വീഡിയോസാണ് അതിലുള്ളത്. ഇത് കാണുന്ന ഹീറോക്ക് പേടിയാവും. കാരണം
അത്രയും കാലം ആരോൺ പള്ളിയിൽ അച്ഛനെ കൊല്ലാനായിട്ട് യാതൊരു മോട്ടീവും ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ഒരു കടുത്ത മോട്ടീവാണ്. ഇതെങ്ങാനും എതിർഭാഗം നിൽക്കുന്ന ഹീറോയിന്റെ കയ്യിലായാൽ ആരോൺ എപ്പോൾ ജയിലാവുമെന്ന് പറയേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് സൈക്കാട്രിസ്റ്റ് ആരോണെ ചോദ്യം ചെയ്യായിരിക്കും. ആരാണ് ലിൻഡ? നീ തന്നെയല്ലേ പള്ളിയിൽ അച്ഛനെ കൊന്നേ? ഇത്തരം കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ അവന് നല്ലപോലെ ടെൻഷനായി വരുന്നുണ്ട്. സൈക്കാട്രിസ്റ്റ്, നിന്റെ കാമുകി എവിടെയാണ്? അവളെ കാണാതായിട്ട് കുറേ കാലമായിട്ടുണ്ട്. നിനക്ക് അവൾ എവിടെയാണുള്ളതെന്ന് അറിയാമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവൻ്റെ പേഴ്സണാലിറ്റി സ്വിച്ച് ആവും. എനിക്കെങ്ങനെ അറിയാനാണെന്ന് ചോദിക്കും. സൈക്കാട്രിസ്റ്റ് മെല്ലെ വാതിലിനടുത്ത് വന്ന് നിന്ന് വീണ്ടും ആരോൺ എന്ന് വിളിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ബോധത്തിലേക്ക് തിരിച്ചു കയറും. ഓ, നിങ്ങൾ എന്തായിരുന്നു എന്നോട് ചോദിച്ചതെന്ന് ചോദിക്കും. ശരിക്കും ഇതുപോലെ അവൻ്റെ പേഴ്സണാലിറ്റി സ്വിച്ച് ആവുന്ന സമയത്താണ് അവൻ ബ്ലാങ്ക് ഔട്ട് ആവുമെന്ന് അവൻ പറയുന്നത്. ആ സമയത്ത് പേഴ്സണാലിറ്റി സ്വിച്ച് ആവുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും അവൻ ഓർമ്മയുണ്ടാവില്ല. പിറ്റേന്ന് ഹീറോ ആരോണെ കാണാനായിട്ട് വരുമ്പോൾ സൈക്കാട്രിസ്റ്റ് അവനോട് ഒരു കാര്യം പറയാൻ വരുന്നുണ്ട്. എന്നാൽ ഹീറോ എനിക്ക് അവനോട് തനിച്ചാണ് സംസാരിക്കാനുള്ളതെന്നും പറഞ്ഞ് അവൻ്റെ റൂമിൽ കയറും. നീ എന്നോട് സത്യങ്ങൾ പറയുന്നില്ല, നീ പലതും എന്നോട് മറച്ചു വെക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ നമ്മൾ ഈ കേസിൽ തോൽക്കാണ് ചെയ്യുക. ആരോൺ ഒന്നും അറിയാത്ത പോലെ നിൽക്കുമ്പോൾ ഹീറോ പറയും, നിന്നെക്കൊണ്ട് പള്ളിയിലച്ഛൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. അതിലൊന്നും താല്പര്യമില്ലാത്ത നീ പള്ളിയിലച്ഛനെ കൊല്ലുമായിരുന്നു. ആരോൺ, എനിക്ക് അതിലൊന്നും യാതൊരു പ്രശ്നമില്ലായിരുന്നു. പള്ളിയിലച്ഛൻ എനിക്ക് എൻ്റെ അച്ഛനെ പോലെയായിരുന്നു. എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ എല്ലാ ആവശ്യങ്ങളും അങ്ങേരെ എനിക്ക് ചെയ്തു തന്നു. പിന്നെ എന്തിനാണ് ഞാൻ അങ്ങേരെ കൊല്ലേണ്ടത്? അതിന് ഹീറോ, എന്ത് തേങ്ങയാടോ താൻ പറയുന്നത്? പിന്നെ നീ ഇതെല്ലാം ആസ്വദിച്ചു എന്നാണോ എന്നോട് പറയുന്നത്? നിന്റെ കാമുകി ലിൻഡ അവൾ എവിടെയാണെന്ന് ചോദിക്കും. അവൻ എപ്പോഴും എനിക്കറിയില്ല, അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. നീ എന്നോട് സത്യമല്ല പറയുന്നത്. ഞാൻ എന്ത് ചോദിച്ചാലും നീ എന്നോട് നുണ മാത്രമാണ് പറയുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചത് നീ ആ കൊല ചെയ്തിട്ടില്ല എന്നായിരുന്നു. എനിക്കിപ്പോൾ ഉറപ്പായി നീ തന്നെയാണ് ആ കൊല ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ തല വേദനിക്കാൻ തുടങ്ങുമ്പോൾ അവൻ തിരിഞ്ഞ് ചുമരിനടുത്ത് നിൽക്കും. ഹീറോ അപ്പോഴും അത് തന്നെയായിരിക്കും പറയുന്നത്, നീയാണ് കൊന്നത്, നിന്റെ കാമുകി അവളെയും നീ തന്നെയാണ് കൊന്നത്. പെട്ടെന്ന് അവൻ്റെ ക്യാരക്ടർ സ്വിച്ച് ആവും. അവൻ പറയും, നിർത്തടോ നിന്റെ ഈ കരച്ചിൽ, കുറെ നേരമായാലോ തുടങ്ങിയിട്ട്. എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട്, നീ ആരാണ്, നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ്റെ കസാല തട്ടി മാറ്റും. ഹീറോയുടെ കസാല തട്ടി മാറ്റും. ഹീറോ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പറയും, ഓ മനസ്സിലായി, നീ ആ വക്കീലല്ലേ, ആരോണ്ട വക്കീല്? നീ വെറുതെ അവനെ ചൂഷണം ചെയ്യാണ്. അവനൊരു കൊല ചെയ്യാൻ പറ്റില്ല. ശരിക്കും ആ കൊല ഞാനാണ് ചെയ്തത്. ആരോൺ, എനിക്കറിയാം അവനൊരു കൊല ചെയ്യാൻ പറ്റാത്ത ആളാണ്. ഹീറോ അപ്പോൾ നിങ്ങൾ ആരാന്ന് ചോദിക്കും. അതിനവൻ, ഓ എൻ്റെ പേര് പറയാൻ മറന്നുപോയി, റോയ്. നിങ്ങളുടെ പേര് മാർട്ടിൻ അല്ലേ? ഓക്കെ. അപ്പോൾ ഹീറോ ആരോണിൻ്റെ കാമുകിയായിട്ടുള്ള ലിൻഡ എവിടെയാണെന്ന് ചോദിക്കും. അതിന് റോയ് പറയും, റോയ് എന്ന് പറഞ്ഞാൽ ആരോൺ തന്നെയാണ്. ആരോണിൻ്റെ ബോഡിയിലുള്ള മറ്റൊരു പേഴ്സണാലിറ്റിയാണ് റോയ്. ഇപ്പം ആരോൺ ബ്ലാക്ക് ഔട്ട് ആയിരിക്കുകയാണ്. റോയ് പറയും, ഞാൻ എന്തിനാണ് ലിൻഡയെക്കുറിച്ച് അറിയുന്നത്? അവളെപ്പറ്റി എനിക്ക് അറിയേണ്ട ആവശ്യമല്ല. അതിന് ഹീറോ, അപ്പം നിങ്ങൾ പള്ളിയിലച്ഛനെ കൊന്നത് നിങ്ങളെല്ലാവരെയും പള്ളിയിലച്ഛൻ അബ്യൂസ് ചെയ്തിട്ടല്ലേ? അപ്പോൾ റോയ് ഞെട്ടും. റോയ് ചോദിക്കും, നിങ്ങൾ ആ വീഡിയോ ടൈപ്പ് കണ്ടല്ലേ? ഹീറോ അതേന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ഹീറോയുടെ മുഖത്തിട്ടൊരു അടി കൊടുക്കും. എന്നിട്ട് കോളറും പിടിച്ച് ചുവരിനടിപ്പിച്ച് വെച്ച് പറയും, ഞാൻ ആരോണിനോട് അപ്പോഴേ പറഞ്ഞതാണ് ആ വീഡിയോ ടൈപ്പ് ഒളിപ്പിച്ച് നശിപ്പിക്കാനായിട്ട്. അവനത് ചെയ്തില്ല. അതേ സമയത്ത് 2-3 തവണ സൈക്കാട്രിസ്റ്റ് റൂമിലേക്ക് കയറാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഹീറോ അതിന് സമ്മതിച്ചില്ല. എന്നാൽ റോയ് ഇപ്പോൾ ദേഷ്യത്തിൽ ഹീറോയുടെ തല ചുമരിന് കൂട്ടി ഒരു അടി കൊടുക്കുമ്പോൾ സൈക്കാട്രിസ്റ്റ് അകത്ത് കയറി വരും. ആരോൺ എന്ന് വിളിക്കുമ്പോൾ അവൻ്റെ തല വേദനിക്കാൻ തുടങ്ങും. അവൻ തറയിലിരുന്ന് അവൻ്റെ തല ഒരു 20 സെക്കൻഡോളം വേദനിക്കുന്നുണ്ട്. പിന്നെ അവൻ മെല്ലെ ആരോണായി മാറും. അവന് കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. പക്ഷെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലാവും. മാഡം, എനിക്ക് വീണ്ടും ബ്ലാക്ക് ഔട്ട് ആയെന്ന് അവൻ പറയും. ഇപ്പം ഹീറോക്കും സൈക്കാട്രിസ്റ്റിനും മനസ്സിലായി അവന് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ട്. ചെറുപ്പം മുതലേ അവൻ മാതാപിതാക്കളാൽ അബ്യൂസ് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ചർച്ചിലെത്തിയപ്പോൾ അവിടെയുള്ള പള്ളിയിലച്ഛനും അവനെ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം മുതൽ അവൻ പോലും അറിയാതെ അവനിൽ റോയ് എന്നൊരു ക്യാരക്ടർ ഉണ്ടാവാൻ തുടങ്ങി. ആ ക്യാരക്ടറാണ് ഇപ്പോൾ പള്ളിയിലച്ഛനെ കൊന്നിരിക്കുന്നത്. എന്നാൽ ഇനി അവനെ ജയിലൊന്നും ഇടാൻ പറ്റില്ല. അവന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ആ അസുഖം മാറ്റിയെടുക്കാൻ മാത്രമാണ് പറ്റുക. എന്നാൽ ഇവന് ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് കോടതിയിൽ തെളിയിക്കണം. അത് തെളിയിച്ചാലേ കോടതി ഇത് വിശ്വസിക്കുള്ളൂ. അല്ലെങ്കിൽ ഇവർ പടച്ചുവിട്ട ഒരു കഥ മാത്രമാണെന്നാണ് അവർ പറയുക. ഹീറോ ആണെങ്കിൽ അവനോട് സംസാരിക്കുമ്പോൾ ആ ടേപ്പിൻ്റെ കാര്യം സംസാരിക്കാനുള്ളതുകൊണ്ട് തന്നെ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ പേഴ്സണാലിറ്റി മാറിയതൊന്നും വീഡിയോയിൽ കുടുങ്ങിയിട്ടില്ല. ആകെപ്പാടെയുള്ളത് അവൻ സൈക്കാട്രിസ്റ്റിനോട് ദേഷ്യപ്പെടുന്നതാണ്. അതാണെങ്കിൽ കൂടുതലൊന്നുമില്ല. കോടതിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, കോടതി അത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ശക്തമായിട്ടുള്ള ഒരു തെളിവ് ആവശ്യമാണ്. അതാണെങ്കിൽ ഇപ്പോൾ അവരുടെ കയ്യിലില്ല. ഹീറോ തിരികെ ഓഫീസിൽ വന്ന് അവൻ്റെ കൊളീഗ്സിനോട് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അവരെല്ലാം ഒരുമാതിരി കാര്യങ്ങളൊന്നും മനസ്സിലാവാത്ത പോലെ ഇരിക്കും. ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഹീറോ എന്തോ ഒരു കാര്യം മനസ്സിൽ കണ്ടിട്ട് ഈ വീഡിയോ ടൈപ്പ് ഹീറോയിൻ്റെ വീടിൻ്റെ മുന്നിലിട്ട് പോകാനായിട്ട് ടോമിയോട് പറയും. ടോമി അതുപോലെ തന്നെ ഹീറോയിൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിലിട്ട് ബെല്ലടിച്ച് അവിടുന്ന് പോകും. വാതിൽ തുറക്കുന്ന ഹീറോയിൻ അത് അവിടെ നിന്ന് എടുത്തിട്ട് പോകുന്നുണ്ട്. അന്ന് രാത്രി തന്നെ ഹീറോയെ വിളിച്ചിട്ട് നിനക്ക് എവിടെ നിന്നാണ് ഈ ടേപ്പ് കിട്ടിയെന്ന് ചോദിക്കും. അതിനവൻ ഏത് ടേപ്പ് എന്ന് ചോദിക്കുമ്പോൾ അവൾ നിനക്കറിയില്ലേ,
അതും പറഞ്ഞ് അവൻ നിൽക്കുന്ന ബാറിലേക്ക് വരും. ഈ ടേപ്പ് നിന്റെ കളക്ഷനിലുള്ളതാണ്, നീ പള്ളിയിൽ അച്ഛൻ്റെ റൂമിൽ നിന്നും ആരും കാണാതെ ഇത് അടിച്ചു മാറ്റിയതാണ്, എനിക്കറിയാം. അതിന് ഹീറോ അതിലെന്താ ഉള്ളതെന്ന് പോലും എനിക്കറിയില്ല. അതിന് അവൾ ചോദിക്കും, എന്താ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു തരണോ? ഹീറോ അതേന്ന് പറയുമ്പോൾ അവൾ, എനിക്ക് ആ കുട്ടികളുടെ ഭാവി ഇല്ലാതാക്കാൻ തീരെ താല്പര്യമല്ല, ഞാൻ ഇതൊരിക്കലും കോർട്ടിൽ ഉപയോഗിക്കാൻ പോകുന്നില്ല. നീ വിചാരിച്ചു കാണും ഞാൻ നിന്റെ വലയിൽ വീണു എന്ന്, കാരണം ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്ന് നിനക്കറിയാം. പക്ഷെ നീ ചിന്തിക്കുന്ന പോലെയല്ല ഞാൻ ഇപ്പം സഞ്ചരിക്കുന്നത്. ഹീറോ അതിന് ഞാൻ എന്താണ് ചിന്തിച്ചതെന്ന് നിനക്കറിയില്ലല്ലോ. അതിനവളൊരു ചിരിയും പാസ്സാക്കി അവിടുന്ന് പോവും. ശരിക്ക് അവൾ ആ വീഡിയോ ടേപ്പ് കോടതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവളുടെ ചീഫും അതേ കേസിൽ തന്നെ പെടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആ പള്ളിയിലച്ഛനും അവളുടെ ചീഫും 20 വർഷത്തോളമായി നല്ല കൂട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ചീഫും അത് കോടതിയിൽ കാണിക്കരുതെന്ന് അവളെ വിലക്കും. അഥവാ അവൾ കാണിക്കുകയാണെങ്കിൽ അവളുടെ ജോലി തെറിക്കും. പിറ്റേന്ന് കോടതിയിലെത്തുമ്പോൾ ആദ്യം തന്നെ ഹീറോയിനായിരിക്കും വാദിക്കാനുള്ള അവസരം കൊടുക്കുന്നത്. ഹീറോയിൻ പറയും, എനിക്ക് മാർട്ടിൻ്റെ അസിസ്റ്റൻറ്റ് ടോമിയെ ചോദ്യം ചെയ്യണം. അതിന് ഹീറോ സമ്മതിക്കില്ല. കോടതിയാണെങ്കിൽ അതിന് സമ്മതിക്കും. ഹീറോയിൻ അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ഇന്നലെ ഒരു വീഡിയോ ടേപ്പ് വെക്കാനായിട്ട് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വന്നിരുന്നോ? സത്യം പറഞ്ഞോളാനായിട്ട് ഹീറോ അവന് കണ്ണുകൊണ്ട് ഇറുക്കി കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ അവൻ സത്യം പറയും, അതെ ഞാൻ വന്നിരുന്നു. ആ വീഡിയോയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അശ്ലീല വീഡിയോ, അതും പള്ളിയിൽ അച്ഛൻ ഷൂട്ട് ചെയ്തത്. അത് കേൾക്കുമ്പോൾ തന്നെ കോർട്ട് ഒന്നടങ്കം ഞെട്ടും. ബാക്കി കാര്യങ്ങൾ അവൾ പറയാൻ തുടങ്ങും. ആ വീഡിയോ ടേപ്പിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു എന്നത് കോടതിയോട് വ്യക്തമാക്കിയിട്ട് അവൾ പറയും, ഈ ഒരൊറ്റ സംഭവമാണ് ഏറോണ് പള്ളിയിൽ അച്ഛനെ കൊല്ലാനായിട്ടുണ്ടായ മോട്ടീവ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവൻ കൊല്ലുകയും ചെയ്തു. ജഡ്ജി ഹീറോയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും ഇല്ലാന്ന് പറയും. അതുകൊണ്ട് തന്നെ കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കും. അടുത്ത ദിവസം ഹീറോക്കായിരിക്കും ആദ്യം തന്നെ വാദിക്കാനുള്ള ചാൻസ് കിട്ടിയത്. ഹീറോ പറയും, എനിക്ക് എതിർഭാഗം വക്കീലിൻ്റെ ചീഫിനെ ചോദ്യം ചെയ്യണം. അതിനാണെങ്കിൽ അവൾ സമ്മതിക്കില്ല, ഹീറോയിൻ സമ്മതിക്കില്ല. പക്ഷേ കോടതി അതിന് സമ്മതിക്കും. ഹീറോ ചീഫിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. നിങ്ങളും പള്ളിയിലച്ഛനുമായിട്ട് 20 വർഷത്തോളമായിട്ട് സൗഹൃദത്തിലാണ്. അങ്ങനെ അതെ സമ്മതിക്കും. നിങ്ങൾ രണ്ടുപേരും കൂടെ പള്ളിയുടെ പൈസ വെച്ച് വലിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് വിചാരിച്ചിരുന്നു, സത്യമല്ലേ? അതിനും അങ്ങനെ അതേ പറയും. അത് കേൾക്കുമ്പോൾ കോർട്ട് മൊത്തം ഞെട്ടും. കാരണം അങ്ങേര് ചാരിറ്റിയുടെ പേരിൽ വാങ്ങിച്ച പൈസ കൊണ്ടാണ് അങ്ങേരുടെ ആവശ്യങ്ങളെല്ലാം ചെയ്തു തീർക്കുന്നത്. സത്യത്തിൽ ഹീറോ ചീഫിനൊരു പണി കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഹീറോയിനൊരു പണി കൊടുക്കാനാണ് വിചാരിക്കുന്നത്. എന്നാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരാൾ കാരണം നിങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. എന്നാൽ പള്ളിയിലച്ഛൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണം നിങ്ങൾക്ക് തിരികെ കിട്ടിയതുമില്ല. അങ്ങേര് അതും ശരിവെക്കും. അതുകൊണ്ട് തന്നെ ഹീറോ പറയും, ഇപ്പോൾ ചീഫിനും അങ്ങേരെ കൊല്ലാനായിട്ടുള്ള ഒരു മോട്ടീവ് ഉണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് ചീഫിന് അങ്ങേരെ കൊന്നുകൂടാ? ഇപ്പോൾ കേസ് മറ്റൊരു തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജഡ്ജി ഇന്ന് കോടതി അവധിയാണ്, അടുത്ത ദിവസത്തെ കേസ് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയും. അടുത്ത ദിവസം കോടതി കൊണ്ടുവന്ന സൈക്കാട്രിസ്റ്റിനെ ചോദ്യം ചെയ്യാനുള്ള ദിവസമാണ്. ഹീറോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സൈക്കാട്രിസ്റ്റ് പറയും, ഞാൻ അവൻ 60 മണിക്കൂറോളം ചോദ്യം ചെയ്തു. അതിൽ എനിക്ക് മനസ്സിലായത് അവന് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ട്. 2 സ്വഭാവങ്ങൾ അവൻ 2 സമയങ്ങളിലായിട്ട് കാണിക്കും. ഹീറോയിൻ കോടതിയോട് പറയും, അതിന് യാതൊരു തെളിവുമില്ല, അതുകൊണ്ട് അത് തള്ളിക്കളയണം. പക്ഷേ ഹീറോക്കറിയാം അവൻ്റെ ദേഷ്യം അവന് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവൻ റോയായി മാറും. കോടതിയിൽ വെച്ച് അവൻ റോയായി മാറുകയാണെങ്കിൽ ഇതിന് വേറൊരു തെളിവിൻ്റെ ആവശ്യമില്ല. കോടതിക്ക് അവൻ്റെ മെൻ്റൽ ഇൽനെസ് മനസ്സിലാവും. എന്തായാലും കോടതി കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കും. ഇതാണ് അവസാനത്തെ ദിവസം. ഈ ഹിയറിങ്ങിലൂടെ കുറ്റവാളി ആരാന്ന് തെളിയണം. ആ അവസാനത്തെ ദിവസം വരും. ഹീറോയ്ക്കായിരിക്കും വാദിക്കാനുള്ള അവസരം കിട്ടുന്നത്. ഹീറോ ആരോണ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങും. നിനക്ക് ചെറുപ്പത്തിൽ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അവൻ അതേന്ന് പറയും. അതിനുശേഷം പള്ളിയിലച്ഛൻ നിന്നെ ദത്തെടുത്തപ്പോൾ പള്ളിയിലച്ഛൻ്റെ കയ്യിൽ നിന്നും അബ്യൂസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അവൻ അതിനും അതേന്ന് പറയും. അടുത്തത് ഹീറോയിനായിരിക്കും ചോദ്യം ചെയ്യാനായിട്ട് വരിക. നിനക്ക് ഇത്രയും കൊടിയ പീഡനങ്ങൾ ചർച്ചിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടും നീ എന്തുകൊണ്ട് അച്ഛനെ കൊന്നില്ല? എനിക്കത് ചെയ്യാൻ പറ്റില്ല, അങ്ങേര് എൻ്റെ സ്വന്തം അച്ഛനെ പോലെ ആയിരുന്നു. അതിനവൾ പറയും, ഞാനായിരുന്നെങ്കിൽ അച്ഛൻ അപ്പോഴേ കൊന്നേനെ. ഒരു കത്തിയെടുത്ത് കുത്തിക്കൊന്ന് 78 പരിക്കുകൾ ശരീരത്തിലുണ്ടാക്കി കണ്ണ് ചൂഴ്ന്നെടുത്ത് ശരീരമാസകലം വെട്ടിക്കൂട്ടി ഞാൻ പോവുമായിരുന്നു. പക്ഷെ നീ അത് ചെയ്തില്ല എന്ന് പറയുന്നു. അതാണ് ഏറ്റവും വലിയ കള്ളം. നീ അച്ഛനെ കൊന്നു, ശരീരത്തിൽ 78 മുറിവുകളുണ്ടാക്കി അച്ഛൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്തു, ശരീരമാസകലം വെട്ടി. അവൻ ഞാനല്ല കൊന്നേന്ന് പറയുന്നുണ്ട്. അവൾ എന്നാലും അവനെ വിടുന്നില്ല. അവൾ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേ നിൽക്കും. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ ആരോണ്ട് ക്യാരക്ടർ സ്വിച്ച് ആവും. അത് റോയ് ആവും. നിനക്ക് എന്താടി കൂടുതലൊന്നും ചോദിക്കാനില്ലാതെ? അതും ചോദിച്ചവൻ ചാടി വരുമ്പോൾ ഹീറോ ഓടി അവൻ്റെ അടുത്തെത്തും. ഹീറോയുടെ മോതൊക്കെ ഇടിയും കൊടുത്ത് അവളുടെ കഴുത്തിനവൻ പിടിക്കും. അവളോട് മോശമായി സംസാരിച്ചുകൊണ്ട് കഴുത്തവൻ മുറുക്കാൻ തുടങ്ങും. പോലീസുകാർ ഓടി വന്ന് റോയിയെ പിടിച്ച് മാറ്റുമ്പോൾ ഹീറോ വന്ന് ഹീറോയിനെ രക്ഷിക്കും. മോളൂസെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? അപ്പോഴേക്ക് പോലീസ് റോയിയെ വിലങ്ങിട്ടിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകും. എല്ലാവർക്കും ഇവിടെ ഇപ്പം എന്താ നടന്നതെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവരും അന്താളിപ്പിലാണ് നിൽക്കുന്നത്. പക്ഷേ കോടതിക്ക് മനസ്സിലായി ആരോണ് മെൻ്റൽ ഇൽനെസ് ഉണ്ട്. അവന് ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അവനെ പുറത്തിറക്കാനായിട്ടുള്ള ഓർഡർ കോടതി വിധിക്കും. പക്ഷേ കൊല ചെയ്തത് അവനാണോ അവനല്ല എന്ന് ഹീറോയിന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല.
അതുകൊണ്ട് തന്നെ അവൾ അതിൻ്റെ വിഷമത്തിലാണ്. ഹീറോ പറയും അവനെ ഭീഷണിപ്പെടുത്തിയാൽ അവൻ്റെ ഉള്ളിലുള്ള ആൾ പുറത്തു വരുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ നീ അത് എന്നെക്കാളും നല്ല പോലെ പ്രയോഗിച്ചു. അതിനവൾ പറയും നീ അതിനു വേണ്ടി എന്നെ ഉപയോഗിച്ചു, നിനക്കറിയാമായിരുന്നു എന്നെ കൊണ്ട് എങ്ങനെ അവനെ ഭീഷണിപ്പെടുത്താമെന്ന്. അതിൻ്റെ ടെൻഷനിൽ അവൾ നിൽക്കുമ്പോൾ ഹീറോ പിന്നിലൂടെ വന്ന് അവളുടെ വയറിന് കെട്ടിപ്പിടിച്ച് ചോദിക്കും നിനക്ക് എൻ്റെ കൂടെ ഡാൻസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? അവൾ ഇല്ലാന്ന് പറയും. നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി. അതും അവൾ സമ്മതിക്കില്ല. ഹീറോ പഴയ പ്രേമം ഒന്ന് പൊടി തട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവക്ക് അതിനാഗ്രഹമുണ്ട്. പക്ഷെ ഹീറോയുടെ ഈ ഒരു സ്വഭാവത്തെ അവൾക്ക് ഇഷ്ടമല്ല. ഹീറോ അപ്പം തന്നെ എനിക്ക് എൻ്റെ ക്ലയൻറ്റിനെ കാണണമെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് നിന്ന് ഇറങ്ങും. ആരോണെ കാണണമെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് നിന്ന് ഇറങ്ങും. അങ്ങനെ ഹീറോ ആരോണെ കാണാനായിട്ട് അവൻ്റെ സെല്ലിലെത്തുമ്പോൾ കാര്യങ്ങളൊന്നും അറിയാതെ അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ്റെ അടുത്തെത്തി ഹീറോ പറയും നമ്മൾ ഈ കേസ് വിജയിച്ചു. അതവന് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. ഹീറോ വീണ്ടും പറയും നിനക്ക് ചെറിയൊരു മെൻ്റൽ ഡിസോർഡർ ഉണ്ട്, അത് മാറാനായിട്ട് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യും, അത് കഴിഞ്ഞാൽ നിനക്ക് വീണ്ടും പുറത്തിറങ്ങും. അവൻ സന്തോഷം കൊണ്ട് ഹീറോയെ കെട്ടിപ്പിടിക്കും. എന്നാൽ നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് ഹീറോ സെല്ലിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ നേരം അവൻ പറയും ഞാൻ ജാനറ്റിൻ്റെ എതിർഭാഗം വക്കീലിൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു, അവൾ ഓക്കെ അല്ല എന്ന് നിങ്ങൾ ചോദിക്കണം. ഹീറോ ഓക്കെ ചോദിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. പെട്ടെന്ന് ഹീറോക്ക് എന്തോ ഒരു കാര്യം ട്രിഗറായിട്ട് വീണ്ടും അവൻ്റെ സെല്ലിലേക്ക് തന്നെ വന്ന് അവനോട് ചോദിക്കും നീ ബ്ലാക്ക് ഔട്ട് ആകുമ്പോൾ നടക്കുന്ന കാര്യങ്ങളൊന്നും നിനക്ക് ഓർമ്മയുണ്ടാവില്ല എന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെയാണ് നിനക്ക് ജാനറ്റിൻ്റെ കഴുത്ത് എതിർഭാഗം വക്കീലിൻ്റെ കഴുത്ത് ഞെരിച്ചത് ഓർമ്മ വന്നത്? ആരോൺ ഒന്ന് പകച്ചു നിന്ന് പിന്നെ കൈയടിച്ചൊരു പെരുത്ത് ചിരിക്കാൻ തുടങ്ങും. ഹോ മാർട്ടിൻ, ഈ കാര്യം ഒന്ന് പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ ഞാൻ മരിക്കായിരുന്നു. ഇനിയെങ്കിലും എനിക്കത് തുറന്നു പറയാലോ. ഞാൻ പിടിക്കപ്പെട്ടു. നോക്കൂ മാർട്ടിൻ, ആ രഹസ്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാൻ വിചാരിച്ചു. അല്ലാതെ എത്ര കാലമാണ് റോയ് ആരോൺ റോയ് അങ്ങനെ ഞാൻ ജീവിക്കുക? അത് കേൾക്കുന്ന ഹീറോയുടെ ഉള്ളിൽ ഒരു തരിപ്പ് കയറി വരാൻ തുടങ്ങും. അവൻ ചോദിക്കും അപ്പോൾ റോയ് എന്ന് പറയുന്ന ഒരാളില്ലേ? അതിന് ആരോൺ ക്ഷമിക്കണം മാർട്ടിൻ, ഞാൻ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചതെല്ലാം ചീട്ട് കൊട്ടാരം പോലെ തകരാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? ഞാനാണ് റോയ്. ഞാൻ നിർമ്മിച്ചെടുത്ത ഒരു കഥാപാത്രം മാത്രമായിരുന്നു ആരോൺ. നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന എൻ്റെ കാമുകിയായ ലിൻഡ, ഞാൻ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവൾ അത് അക്സെപ്റ്റ് ചെയ്തില്ല. അതിൻ്റെ പേരിൽ ഞാനാണ് അവളെ കൊന്നത്. അവൾ എവിടെയാന്ന് പോലും ആർക്കും അറിയില്ല. പള്ളിയിൽ അച്ഛനെ കൊന്നതും ഈ ഞാൻ തന്നെ. അല്ലാതെ എത്ര കൊല്ലം ഞാൻ അയാളുടെ ആട്ടും തുപ്പും കൊണ്ട് ജീവിക്കുക? ഹീറോ അതുവരെ വിചാരിച്ചിരുന്നത് ഹീറോയുടെ കഴിവ് കൊണ്ടാണ് ഈ കേസ് വിജയിച്ചതെന്നാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലാണ്. ഒരു കൊടൂര കുറ്റവാളിയെയാണ് കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി ഹീറോ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഹീറോ കൂടുതലൊന്നും സംസാരിക്കില്ല. അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോഴും റോയ് എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്. അവൻ പുറത്തിറങ്ങാൻ നേരത്ത് ഒരു വലിയ ന്യൂസ് ടീം തന്നെ അവൻ്റെ വിജയത്തെ പറ്റി ചോദിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ഹീറോ അതുവഴി പുറത്തിറങ്ങില്ല. ജയിലിൻ്റെ മറ്റൊരു ഭാഗത്ത് കൂടെ പുറത്തിറങ്ങി നടക്കും. മനസ്സിൽ മൊത്തം എന്തൊരു വേദനയായിരിക്കും. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഉള്ളിൽ തീരാത്തൊരു വേദനയും കടിച്ചു പിടിച്ചുകൊണ്ട് ആരുമില്ലാത്ത ആ തെരുവിലെ ഹീറോ നിൽക്കും. അവിടെ വെച്ച് പ്രൈമൽ ഫിയർ എന്ന സിനിമ അവസാനിക്കുന്നു. ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അത്രയും നല്ലൊരു മൂവിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. സിനിമ കഴിയാൻ നേരത്തും അവൻ്റെ മെൻ്റൽ ഡിസോർഡർ കാരണം അവനൊരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കുന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതുപോലൊരു ക്ലൈമാക്സ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിലെടുത്ത് പറയേണ്ടത് ആരോണിൻ്റെ അഭിനയമാണ്. ആരോൺ റോയ് അവൻ്റെ അഭിനയമാണ്. എന്തായാലും അവൻ കിടു പെർഫോമൻസ് ആയിരുന്നു. എനിക്കിഷ്ടമായി. ഇതുപോലത്തെ സിനിമകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ, കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റും ചെയ്തോളൂ. അതെന്തായാലും ചെയ്യണം. എന്നാൽ പിന്നെ അടുത്ത നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഫിലിം ക്രോണിക്കിൾ.